വാണിയക്കാട് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാണിയക്കാട് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തുടച്ചു നീക്കാം ലഹരിയെ, കളിച്ചു മുന്നേറാം നാളേക്കായി എന്ന സന്ദേശത്തിൽ ഗ്രാമങ്ങളിലെ യുവകായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കുട്ടികളുടെ കായിക വാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരുക്കിയ ഫുട്ബോൾ ടൂർണമെന്റ് നോർത്ത് പറവൂർ ട്രാഫിക് ഹോംഗാർഡ് MJ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റേ ലഹരി എന്താണ്? നമ്മൾ ഈ കഞ്ചാവ്, അതേപോലെ തന്നെ MDMA, ഹെറോയിൻ, ഇങ്ങനെയുള്ള ലഹരികളൊക്കെ നമ്മളിലെ ആദ്യം തന്നെ നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കുകയാണ്. തലച്ചോറിന്റെ പ്രവൃത്തികൾ മന്ദീഭവിക്കുകയും പതുക്കെ പതുക്കെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും സുഹൃത്തുക്കളിൽ നിന്ന് ഒറ്റപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും പതുക്കെ പതുക്കെ യൗവനത്തിൽ തന്നെ നമ്മൾ വൃദ്ധരായി മാറുകയും ചിലപ്പോൾ നമ്മൾ വയലന്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യുകയും ഒന്നുകിൽ നമ്മൾ നമ്മുടെ നല്ല സമയത്ത് ഒന്നുകിൽ നമ്മൾ ജയിലിനകത്താവുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മരിച്ച് ഏതെങ്കിലും ചുടുകാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി സെമിത്തേരിയിലാക്കപ്പെടുകയും ചെയ്യും. അപ്പൊ എന്താണ് നമുക്ക് ലഹരിയായിട്ട് വേണ്ടത്? പറയാമോ? ഒന്നൊച്ചയിൽ പറയാമോ എന്താണ്? സുധീഷ് P അധ്യക്ഷത വഹിച്ചു. ഇപ്പൊ ഞങ്ങള് 3-ാമത്തെ വർഷമാണ് ഇവിടെ ടൂർണമെന്റ് നടത്തുന്നത്. ആദ്യ വർഷം ഞങ്ങള് ചലഞ്ചേഴ്സിന്റെ പേരിലായിരുന്നു ടൂർണമെന്റ് നടത്തിയത്. 2-ാമത്തെ വർഷവും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു. അവന്റെ മെമ്മോറിയൽക്കായി നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നത്. ഇന്ന് ആ കൂട്ടുകാരന്റെ 3-ാമത്തെ വാർഷികമാണ്, ചരമ ദിനമാണ്. അപ്പൊ ആ കുട്ടീനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അമ്പലത്തിൽ പോയതുകൊണ്ട് അവരെത്തിയിട്ടില്ല. എത്തുമെന്ന് പ്രതീക്ഷ. കോട്ടവള്ളി പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ പ്രതാപൻ, മന്നം കോഓപ്പറേറ്റീവ് ബാങ്ക് മെമ്പർ സന്തോഷ് KD, ഒരുമ കൂട്ടായ്മ സെക്രട്ടറി അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയും നടത്തി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ലഹരി വിമുക്ത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നും എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. 2 കാറ്റഗറികളായി നടന്ന ഫൈനൽ മത്സരത്തിൽ 2012 കാറ്റഗറി സോക്കർ പറവൂരിനെ പരാജയപ്പെടുത്തി ബുള്ളറ്റ് 7 ആലുവയും 2014 കാറ്റഗറി വിക്ടറി ഫുട്ബോൾ അക്കാദമി കളമശ്ശേരി പരാജയപ്പെടുത്തി. FC നൈറ്റ് ജൂനിയേഴ്സ് ആലുവ വിജയികളായി. ന്യൂസ് ബ്യൂറോ, പറവൂർ.